വയൽനാട് വയനാടിൻ്റെ കാർഷിക സ്പന്ദനങ്ങൾ. വയൽനാട് പരിപാടിയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഈ പരിപാടിയിൽ ഇന്ന് പരിചയപ്പെടുത്തുന്നത് റേഡിയോ മാറ്റുലി മണൽ വയലിൽ സംഘടിപ്പിച്ച ഗ്രാമമാറ്റുലിയിലൂടെ പരിചയപ്പെട്ട ഒരു കർഷകനെയാണ്. പരമ്പരാഗത കൃഷിരീതികളിൽ നിന്ന് മാറി വ്യത്യസ്തമായ വിളകൾ പരീക്ഷിക്കാൻ താൽപര്യപ്പെടുന്ന കബനിഗിരി സ്വദേശിയായ മാത്യു KD എന്ന കർഷകനാണ് ഇപ്പോൾ നമ്മളോടൊപ്പമുള്ളത്. അദ്ദേഹത്തിന്റെ കൃഷിവിശേഷങ്ങളിലേക്ക്. പേര് മാത്യു എന്നാണെങ്കിലും സണ്ണി കുളമ്പള്ളിൽ എന്നാണ് അറിയപ്പെടുക. ഞാൻ താമസിക്കുന്നത് വയനാട് ജില്ലയിലെ മുള്ളംകൊല്ലി ഗ്രാമപഞ്ചായത്തിലെ കബനിഗിരി എന്ന സ്ഥലത്താണ്. ഏതാണ്ട് 2 ഏക്കർ സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ സ്വന്തമായിട്ടും പിന്നെ കുറച്ച് സ്ഥലം പാട്ടത്തിനടുത്തുമാണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടിസ്ഥാനപരമായിട്ട് നനയ്ക്കുന്നതിന് ഡ്രിപ്പ് ഇറിഗേഷനൊക്കെ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. വിവിധ ഇനം കൃഷികളിൽ നിന്നാണ് ഞാൻ ഈ കാച്ചിൽ കൃഷിയിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത്. 1975 കോളേജ് വിദ്യാഭ്യാസം അവസാനിപ്പിച്ച് നാട്ടിൽ നിന്നും ഇവിടെ എത്തി കൃഷിയുടെ സാധ്യതകൾ കണ്ടതുകൊണ്ടാണ് കൃഷിയിലേക്ക് മാറിയത്. അന്നത്തെ സാഹചര്യത്തിൽ വേണമെങ്കിൽ ഒരു സർക്കാർ ജോലി ഒക്കെ കിട്ടാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും കൃഷിയോടുള്ള സ്നേഹവും ആത്മാർത്ഥതയും അതുപോലെ തന്നെ അതിൽ കൂടി കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യവും ഇതെല്ലാം കണക്ക് കൂട്ടിയിട്ടാണ് കൃഷിയിലേക്ക് തിരിഞ്ഞത്. കൃത്യതയോടെ ശ്രദ്ധയോടെ നമ്മൾ കൃഷി ചെയ്താൽ കൃഷിയിൽ നിന്ന് ലാഭമുണ്ടാക്കാം എന്ന നാളിതുവരെയുള്ള കൃഷികൾ കൊണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. നിരവധിയായ കൃഷികൾ ഞാൻ ചെയ്തിട്ടുണ്ട്. നെൽകൃഷി മുതൽ വാഴ, ഇഞ്ചി, ചേന, കപ്പ, കാച്ചിൽ, കുരുമുളക്, തിപ്പലി, മീന തുടങ്ങി അനവധി ഐറ്റം വീണ്ടും ഉണ്ട്. എല്ലാം ഞാൻ കൃഷി ചെയ്ത് പരീക്ഷണാർത്ഥം ചെയ്തിട്ടുണ്ട്. ഒരു 85% കൃഷികളും വിജയമായിട്ട് തന്നെ അവസാനിച്ചിട്ടുണ്ട്. കൂടുതൽ ഒരു സമ്പാദ്യം ഉണ്ടാക്കണം എന്ന ഒരു കാഴ്ചപ്പാടില്ല. അതുകൊണ്ട് കൂടുതലായി ഹൈലൈറ്റ് ചെയ്ത് കൃഷി ചെയ്തിട്ടില്ല. എങ്കിലും കൃഷിയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം. നല്ലൊരു സൗഹൃദവും സ്വാതന്ത്ര്യവും ഉള്ള ഒരു പ്രോഗ്രാമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഇപ്പൊ പ്രധാനമായിട്ടും ഇപ്പോൾ ആളുകൾ കൃഷിയിൽ നിന്ന് പിന്മാറി വരുന്ന ഒരു അവസ്ഥ കണ്ടുവരുന്നുണ്ടല്ലോ. തൊഴിലാളി ക്ഷാമം പറയുന്നുണ്ട്, വിളകൾക്ക് ആവശ്യമായിട്ടുള്ള വില കിട്ടാത്തത് പറയുന്നുണ്ട്, വളത്തിനും കാര്യങ്ങൾക്കൊക്കെ വില കൂടുന്നു, ലഭ്യതയില്ലായ്മ. ഈ കാരണങ്ങൾ കൊണ്ട് കർഷകർ ഇങ്ങനെ പിന്നോട്ട് വരുമ്പോൾ ഏത് രീതിയിൽ ഇത് പരിഹരിച്ച് നമുക്ക് കൂടുതൽ ആളുകളെ കൃഷിയിലേക്ക് കൊണ്ടുവരാം? ഇന്നത്തെ സാഹചര്യത്തിൽ കൃഷി കൊണ്ടു നടക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് കാണുന്നത് പരിചയസമ്പന്നരായ തൊഴിലാളികളെ കിട്ടുന്ന ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് കണ്ടിട്ടുണ്ട്. അതിന് നമുക്ക് ഒരു പരിധിവരെ ചെയ്യാൻ പറ്റുക യന്ത്രവൽക്കരണമാണ്. യന്ത്രവൽക്കരണത്തിൽ നമുക്ക് തൊഴിലാളികളുടെ ആവശ്യകത കുറയ്ക്കാവുന്നതാണ്. പിന്നെ നമുക്ക് കൃത്യത കൃഷിയിലൂടെ നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഒരവസരം കാണുന്നുണ്ട്. ഇറിഗേഷൻ ചെയ്യുമ്പോൾ ഡ്രിപ്പ് ഇറിഗേഷനൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വിളവുകളെ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങളെ മൂല്യവർദ്ധിത വസ്തുക്കളായിട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിലും നമുക്ക് വരുമാനം കൂട്ടാൻ സാധിക്കും. പിന്നെ ഈ വലിയ തോതിൽ വർദ്ധിച്ചു വരുന്ന വളങ്ങളുടെയും വൃക്ഷങ്ങളുടെയും ഒക്കെ വില നമുക്ക് ഒരു പരിധി വരെ കൃത്യത കൃഷിയോടുകൂടി മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ വളരെ ശ്രദ്ധയോടെ ചെയ്താൽ വീണ്ടും കൃഷിയിലേക്ക് കുറെ വരാൻ സാധിക്കും. പക്ഷെ ഇന്നത്തെ തലമുറ ആരും കൃഷിയിലേക്ക് വരാൻ തയ്യാറില്ല. എല്ലാവരും +2 ഡിഗ്രിയോ ഒക്കെ കഴിയുമ്പോൾ തന്നെ വിദേശങ്ങളിലേക്കൊക്കെ പോകുന്നൊരവസ്ഥയാണ്. ഇന്നിപ്പോൾ ഒരു 50 വയസ്സിന് മേലെയുള്ള ആൾക്കാർ മാത്രമാണ് കൃഷി എന്നാണ് ഞാൻ കാണുന്നത്. ഈ ഒരു സാഹചര്യമാണ് കൃഷിയെപ്പറ്റി കണ്ടുകൊണ്ടിരിക്കുന്നത്. ചേട്ടൻ ഇപ്പൊ ചെയ്യുന്നതിൽ എനിക്കൊരു വ്യത്യസ്തത തോന്നിയ കാച്ചില് കൃഷിയുണ്ട്. എങ്ങനെയാ അത് തെരഞ്ഞെടുത്തത്? അതിലേക്ക് വന്നത് എങ്ങനെയാണ്? ഞാൻ വ്യത്യസ്തങ്ങളായ പല കൃഷികളും ചെയ്തിരുന്നു. ഞാൻ കുറച്ച് കാച്ചിൽ, അതായത് ഒരു 1/2 ഏക്കർ സ്ഥലത്തോളം കാച്ചിൽ കൃഷി ചെയ്തിരുന്നു. അന്ന് എൻ്റെ സുഹൃത്തായിരുന്ന മനോരമ പത്രത്തിന്റെ ഒരു പ്രവർത്തകൻ വന്ന് എൻ്റെ വീട്ടിൽ വന്ന് ഈ കൃഷിയെല്ലാം കണ്ട് എൻ്റെ ഒരു ഫീച്ചർ അവരുടെ പത്രത്തിൽ കൊടുക്കുകയുണ്ടായി. ആ ഫീച്ചർ പത്രത്തിൽ വന്നതോടുകൂടി നിരവധിയായ ആൾക്കാർ ഈ കൃഷിയിലേക്ക് വന്നിട്ടുണ്ട്. ആയിരക്കണക്കിന് പേരുടെ ശുപാർശ എൻ്റെ നിന്നും പോയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ വരികയും എങ്ങനെയാണ് ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും പഠിക്കുകയും ചെയ്തിട്ടാണ് പോന്നിട്ടുണ്ട്. അന്നത്തേനേക്കാളും കൃഷി വ്യാപകമായപ്പോൾ ഇതിന് മാർക്കറ്റ് ഉണ്ടായി എന്നുള്ളതാണ് ഒരു ശരി. ഈ മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു പരിധിവരെ സർക്കാർ വിത്തുകൾ സംഭരണത്തിന്റെ ഭാഗമായി കാച്ചിലും ചേനയും ചേമ്പും ഒക്കെ സംഭരിച്ചപ്പോൾ
ഈ കാച്ചിൽ സംഭരിക്കുകയും മറ്റ് തെക്കൻ ജില്ലകളിലേക്ക്, കേരളത്തിലെ തെക്കൻ ജില്ലകളിലേക്ക് ഇത് കൊണ്ടുപോയി അവിടെയുള്ള കർഷകർക്ക് വിപണനം ചെയ്യുകയും നടാൻ വേണ്ടി കൊടുക്കുകയും ചെയ്തതിൻ്റെ പേരിൽ നമ്മുടെ സ്ഥലത്ത് ഇഷ്ടംപോലെ ഈ സാധനങ്ങൾ കൃഷി ചെയ്യുന്നവർക്ക് വില കിട്ടാൻ തുടങ്ങി. വില നന്നായിട്ട് കിട്ടിയപ്പോൾ ആൾക്കാർ കൃഷി വ്യാപകമാക്കുകയും തരക്കേടില്ലാത്ത ഒരു സമ്പാദ്യം അതിൽ നിന്നുണ്ടാക്കാൻ കൃഷിക്കാർക്ക് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. കാച്ചിൽ ഇപ്പോൾ കൃഷി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള കേടുബാധകൾ ഉണ്ടാവുമോ, അല്ലെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുള്ള കാച്ചിൽ കൃഷി ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്നത്? അതേപോലെ അതിനൊരു നല്ല വശം ഉണ്ടാകുമല്ലോ. കാച്ചിൽ കൃഷിക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? കാച്ചിൽ കൃഷിയുടെ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് കാലാവസ്ഥയും മറ്റു സാഹചര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് കൂലിച്ചെലവുകൾ വളരെ കുറവാണ്. ഈ അടുത്ത കാലം വരെ കീടങ്ങളുടെയോ അല്ല മറ്റു ഫംഗസുകളുടെയോ ഒന്നും ബുദ്ധിമുട്ടുകൾ വരുത്തിയിട്ടില്ല. എന്നാൽ ഇപ്പോൾ 1-2 വർഷത്തോളമായിട്ട് കാട്ടുപന്നിയുടെ ആക്രമണങ്ങളുണ്ട്. അതുപോലെ തന്നെ കീടങ്ങളുടെയും അതുപോലെ തന്നെ ഫംഗസൊക്കെ രോഗങ്ങൾ വരുന്നുണ്ട്. അതിന് പേരിൽ നമുക്ക് കുറെ ചിലവുകൾ കൂടി വരുന്നുണ്ട്. അതുപോലെ ഈ വർഷം ഇപ്പം മാർക്കറ്റ് ചെയ്യാൻ ഈ നിലവിൽ ഇപ്പോൾ ഒന്നും മാർക്കറ്റ് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ട് പോലെ കാണുന്നുണ്ട്. മാർക്കറ്റ് ഡിമാൻഡ് ഇല്ല, ആരും വാങ്ങാൻ താല്പര്യപ്പെടുന്നില്ല കച്ചവടക്കാർ. വലിപ്പം കൂടി കഴിഞ്ഞാൽ അതെടുക്കാൻ തയ്യാറാകാത്ത ഒരവസ്ഥയാണുള്ളത്. പിന്നെ ഇന്നത്തെ നൂതന കൃഷി രീതി അനുസരിച്ചിട്ട് നമ്മൾ ഈ കീടങ്ങളെയും ഒക്കെ നിയന്ത്രിക്കാനുള്ള ജൈവവുമായിട്ടും അജൈവമായിട്ടുള്ള മാർഗങ്ങളുള്ളതിനാൽ നമുക്ക് കൃഷിയെ ധൈര്യമായിട്ട് കൊണ്ടു നടക്കാം എന്നാണ് ബുദ്ധിപ്പെടുന്നത്. കാച്ചിലിലെ കൃഷി രീതികൾ എങ്ങനെയാണെന്നൊന്ന് പറയാം. കാച്ചില് ഏറ്റവും പ്രാധാന്യമായിട്ട് കാണുന്നത് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലമായിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ കാച്ചിൽ നട്ടാൽ അത് എത്ര ഉയരത്തിലേക്ക് കയറ്റി വിടാൻ പറ്റുന്നോ അത്രയും കൂടുതൽ വിളവ് ലഭിക്കും എന്നാണ് കണ്ടിട്ടുള്ളത്. കാച്ചിൽ സാധാരണ ഇതിൽ നടുന്നത് ഒരു 250 ഗ്രാം തൂക്കമുള്ള ഒരു കഷ്ണം, ഒരു മുറിയാണ് നടുക. അത് നട്ട് കഴിഞ്ഞാൽ ഏതാണ്ട് 40 ദിവസത്തോളം കൊണ്ട് അത് മുളച്ചു പൊന്തും. അതിന് വേണ്ടുന്ന രീതിയിൽ മറ്റു വളങ്ങളും മറ്റു കാര്യങ്ങളും കൊടുത്ത് നന്നാക്കി കൊണ്ടുവന്നാൽ നമുക്ക് കൃഷി ലാഭകരമായിട്ട് കൊണ്ടു നടക്കാം. കാച്ചിൽ കൃഷി ചെയ്യുന്ന സ്ഥലത്തെ മറ്റെന്തെങ്കിലും വിളകൾ നമ്മൾ പിന്നീട് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുകളും ഇതുവരെ ഉള്ളതായിട്ട് കണ്ടിട്ടില്ല. 2 തവണയൊക്കെ അടുപ്പിച്ച് കാച്ചിൽ ചെയ്തിരിക്കുന്ന സാഹചര്യമുണ്ട്. ഞാനിപ്പോൾ ചെയ്തിരിക്കുന്ന പകുതി ഭാഗം ഏതാണ്ട് ഒരു 3/4 ഏക്കർ സ്ഥലത്തോളം രണ്ടാമതും ചെയ്തിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ വർഷം ചെയ്ത അതേ സ്ഥലത്ത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത വർഷമാണെങ്കിൽ ആ സ്ഥലത്തേക്ക് കാച്ചിലല്ലാതെ മറ്റു കൃഷികൾ ചെയ്താൽ പ്രത്യേകിച്ച് ഒരു കുഴപ്പം വരാൻ സാധ്യതയില്ല. അനുഭവം അതാണ് കാണിക്കുന്നത്. കാപ്പി കൃഷിയോ മറ്റോ വാഴയോ ചേനയോ ചേമ്പോ ഒക്കെ നട്ടാലും ഉണ്ടാവും എന്നാണ് ബോധ്യപ്പെടുക. ഇതിൽ പല ഇനങ്ങളുണ്ടോ? കാച്ചിൽ ഏത് ടൈപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കാച്ചിൽ നമ്മുടെ നാട്ടിൽ 3-4 ഐറ്റംസ് കാണുന്നുണ്ട്. ഞങ്ങൾ ഉണ്ടക്കാച്ചിൽ എന്ന് പറയുന്ന ഒരു കാച്ചിലുണ്ട്. പിന്നെ മാട്ടുകാച്ചിൽ, പാളിക്കാച്ചിൽ, അങ്ങനെ പല രീതിയിൽ അറിയപ്പെടുന്നുണ്ട്. അത് നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ളത് ഏത് തരത്തിലുള്ളതാണ്? വിളവ് വെച്ച് നോക്കാമെങ്കിൽ ഇഞ്ചിക്കാച്ചിലായിരിക്കും ഏറ്റവും കൂടുതൽ വിളയാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇഞ്ചിക്കാച്ചിലിന് പാളിയായിട്ടാണ് ഉണ്ടാകുക. അത് ഭക്ഷണത്തിന് ഉപയോഗിക്കാൻ നല്ലതാണ്, നല്ല ടേസ്റ്റുള്ള. പക്ഷെ അതിന് ഷേപ്പ് അത്രയില്ല, ഒരു പ്രത്യേക പാളിയായിട്ടായിരിക്കും. മറിച്ച് ഉണ്ടക്കാച്ചിലാണെങ്കിൽ ഏതാണ്ട് ഒരു ബോളിന്റെ ആകൃതിയിലാണുള്ളത്. അതൊരു സാധാരണ ഇതിലൊരു 3 കിലോ 3.5 കിലോ 4 കിലോ ഒക്കെയാണ് വരിക. അതാണ് എല്ലാവർക്കും കച്ചവടക്കാർക്കും മറ്റാൾക്കാർക്കും വാങ്ങാനും കൈകാര്യം ചെയ്യാനും താല്പര്യം. കൂടുതൽ ഡിമാൻഡ് അതിനാണ്. അപ്പൊ നമ്മുടെ പൊതുമാർക്കറ്റുകളിലൊക്കെ ഇത് വാങ്ങുന്നുണ്ട്, കച്ചവടക്കാരെടുക്കുന്നുണ്ടോ? എല്ലാ കാച്ചിലുകളും മാർക്കറ്റിൽ പോയിക്കൊണ്ടിരുന്നു. തരം തിരിച്ചായിരുന്നു എന്ന് മാത്രം. ഉണ്ടക്കാച്ചിൽ എന്ന് പറയുന്ന കാച്ചിൽ അത് തനിച്ചായിട്ടെടുത്ത് മാറ്റിപ്പോവും. പാളിക്കാച്ചിലും മറ്റിഞ്ചിക്കാച്ചിലും ഒക്കെ വേറെ രീതിക്ക് എടുക്കും. പിന്നെ വലിപ്പം കൂടിയ കാച്ചിലുകൾ വില കുറച്ച് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പം ഞാനൊരു 1.5 ഏക്കർ സ്ഥലത്തോളം ഒരു ഹൈ ഡെൻസിറ്റി കൃഷിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതനുസരിച്ചിട്ട് ഇപ്പം നട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഡ്രിപ്പും പരിപാടികളൊക്കെ ഇട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കഷ്ടകാലം എന്ന് പറയട്ടെ, വോൾട്ടേജ് കുറവ് കാരണം നനയ്ക്കാൻ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. എന്നാലും വളരെ ശ്രമകരമായ രീതിയിൽ നോക്കി രാത്രിയൊക്കെ കഷ്ടപ്പെട്ടാണെങ്കിലും കൃഷി വിജയിപ്പിക്കാനുള്ള ധൈര്യം ഉണ്ട്. കൃഷി ഒരു പാഷനാക്കി എടുത്തിരിക്കുകയാണ്. ഉറപ്പായിട്ടും അതെ. ജീവിതത്തിൽ കൃഷി മാത്രം, മറ്റതിനോടും താല്പര്യമില്ല. ഇനി പുതിയ എന്തൊക്കെ പരീക്ഷണങ്ങളാണ് കൃഷിയിൽ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളത്? കൃഷിയിൽ ധാരാളം പുതിയ പരീക്ഷണങ്ങളും കാഴ്ചപ്പാടുകളൊക്കെ കൊണ്ടുവരണം എന്നുണ്ടായിരുന്നു. പക്ഷേ പ്രായം ഒരു പ്രശ്നമായിട്ട് തോന്നി തുടങ്ങി. പ്രായം ആരോഗ്യം മടിച്ചിട്ടുണ്ട്. എന്നാലും ശരി, കുറച്ച് പച്ചക്കറികളും വാഴ ഇതൊക്കെ വീണ്ടും കുറച്ചും കൂടെ ചെയ്യണം. പിന്നെ ഒരു 2 ഏക്കർ സ്ഥലത്തോളം കൂടെ കാപ്പി വയ്ക്കാനുണ്ട്. അത് കാപ്പിയും നന്നായിട്ട് തന്നെ ചെയ്ത് ഭംഗിയായി തോട്ടമാക്കി എടുക്കും. എന്തെങ്കിലും തരത്തിലുള്ള ഫലവൃക്ഷങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഫലവൃക്ഷങ്ങൾ കൊക്കോ നേരത്തെ ധാരാളമായി ചെയ്തിരുന്നു. നേരത്തെ കാപ്പി ചെയ്തിരുന്നു. ഇതൊക്കെ വിളവെടുപ്പിന് സമയത്ത് വിലയില്ലാത്തതുകൊണ്ടും മറ്റനർത്ഥങ്ങൾ കൊണ്ടും മുറിച്ചു മാറ്റിയതിനു ശേഷമാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. ഇപ്പോൾ നിലക്ക് കുറച്ച് അവക്കാഡോ തൈകൾ വെച്ചിട്ടുണ്ട്, കായിടുന്നുണ്ട്. അത് മാത്രമാണ്. വേറെ പിന്നെ കമുകുണ്ട്, തെങ്ങുണ്ട്. അതൊക്കെ
നാമം മാത്രമേ ഉള്ളൂ. അങ്ങനെയാണുള്ളത്. ശരി. അധിക മഴയോ അല്ലെങ്കിൽ അധിക വെയിലോ അതേതെങ്കിലും വന്നാൽ ഈ കൃഷിനെ ബാധിക്കാൻ സാധ്യതയുണ്ടോ? കാലാവസ്ഥാ വ്യതിയാനം ഈ കൃഷിയെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. അമിതമായ മഴ കാച്ചി കൃഷിയെ മോശമായിട്ട് ബാധിക്കും എന്ന് തന്നെയാണ് അനുഭവങ്ങൾ തെളിയിക്കുന്നത്. നമ്മുടെ വയനാടിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ ശരിക്കും മുള്ളംകൊല്ലി, പുൽപ്പള്ളി, പൂതാടി പഞ്ചായത്തൊക്കെ ഒരു ബ്രൗൺ കളറിലുള്ള മണ്ണാണ്. ഈ മണ്ണിലാണ് ഏറ്റവും നന്നായിട്ട് കിഴങ്ങ് വർഗ്ഗങ്ങൾ ഉണ്ടാകുക. ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾ നന്നായിട്ട് ഉണ്ടാകുന്നതിന് സൂര്യപ്രകാശവും ധാരാളമായി ആവശ്യമുണ്ട്. ഈ കിഴങ്ങ് വർഗ്ഗ കൃഷികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കൃഷി വകുപ്പിന്റെ എന്തെങ്കിലും പദ്ധതികളോ കാര്യങ്ങളോ അതിന്റെ എന്തെങ്കിലും ആനുകൂല്യങ്ങളോ കിട്ടിയിട്ടുണ്ടോ? 100% കിട്ടിയിട്ടുണ്ട്. ഈ വർഷം ഇപ്പോൾ ഞങ്ങളുടെ കൃഷി കൂട്ടായ്മയിൽ നിന്നും ഈ കാച്ചി കൃഷി ചെയ്യുന്നതിന് വേണ്ടി, കിഴങ്ങ് വർഗ്ഗങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി കൃഷിക്കാർക്ക് വിത്തുകൾ വാങ്ങുന്നതിന് വേണ്ടി, കാച്ചിൽ തന്നെയല്ല മറ്റ് വിത്തുകളാണ്ടും വാങ്ങുന്നതിന് വേണ്ടി ആനുകൂല്യമുണ്ടായിരുന്നു. ഞാൻ ഈ കാച്ചിൽ കൃഷിക്ക് വേണ്ടിയിട്ട് വിത്തുകൾ വാങ്ങിയതിന് 10,000 രൂപയുടെ സബ്സിഡി അനുവദിച്ചിട്ടുണ്ട്. ഈ ഒരു അടുത്ത പ്രദേശത്തൊക്കെ ഇതുപോലെ ചേട്ടൻ പോലെ വിപുലമായിട്ട് കാച്ചിൽ കൃഷി ചെയ്യുന്ന മറ്റ് കർഷകരുണ്ടോ? ഉണ്ട്, ധാരാളമായിട്ടുണ്ട്. 5 ഏക്കറും 10 ഏക്കറും ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. കൂടാതെ തന്നെ എൻ്റെ സഹോദരങ്ങൾ ഇതുപോലെ തന്നെ 1 ഏക്കറും ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ധാരാളമായിട്ട് ഈ പ്രദേശത്ത് കൃഷികളുണ്ട്. ഇപ്പൊ ഇത് നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞിട്ട് എത്ര നാൾ ഇത് കേടുകൂടാതെ ഇരിക്കും? വിളവെടുക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ, അതായത് എടുക്കുന്ന കാച്ചിലിന് മുറിവും ക്ഷതവും ഒന്നും ഉണ്ടാകാതെ എടുത്തു വെച്ചാൽ ഒരു 3-4 മാസം വരെ കേടുകൂടാതെ ഇരിക്കും. അന്നേരമുള്ളൊരു ഭവിഷ്യത്ത് എന്താണെന്ന് വെച്ചാൽ അത് മുളച്ച് പൊന്തും. അതിൻ്റെ അഗ്രഭാഗത്ത് നിന്ന് മുള പൊട്ടുകയും അത് വലുതാവുകയും ചെയ്യും. കാലം പഴകും തോറും അത് പിന്നെ വിത്തിനല്ലാണ്ട് മറ്റുപയോഗങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. ഇതിന്റെ ടേസ്റ്റ് മാറ്റം വരുമോ? ഇപ്പൊ ഒരു 2 മാസമൊക്കെ കഴിയുമ്പോഴേക്കും ടേസ്റ്റ് മാറ്റം വരുന്നതല്ല, അതൊരു ക്ഷയിച്ചിട്ടുണ്ടാവും. അതിൻ്റെ കിളുക്കും തോറും അതിൻ്റെ അകത്തുനിന്നുള്ള അന്തസ്സത്തെ എല്ലാം പോകുന്ന കാരണം ആ ടേസ്റ്റൊക്കെ മാറ്റം വരാൻ സാധ്യതയുണ്ട്. വേവില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അനുകൂലമായി വരികയാണെങ്കിൽ കാച്ചിൽ കൃഷി മൊത്തത്തിൽ ലാഭകരമാണെന്നാണോ ഇത്രയും കാലത്തെ അനുഭവത്തിൽ നിന്ന് പറയാനുള്ളത്? 100% അനുകൂലമായ സാഹചര്യമാണെങ്കിൽ വളരെ ലാഭകരമായ ഒരു കൃഷിയാണ് കാച്ചിൽ. എൻ്റെ അനുഭവം നന്നായിട്ടുണ്ട്. അനവധി കൃഷിക്കാരുടെ അനുഭവങ്ങളും അറിയാം. കബനിഗിരി സ്വദേശിയായ മാത്യു കെ.ഡി. എന്ന കർഷകനെയാണ് ഇന്ന് വയൽനാട് പരിപാടിയിലൂടെ ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തിയത്. പരമ്പരാഗതമായ രീതികളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ പുതിയ വിളകളും കൃഷിരീതികളും പരീക്ഷിക്കാൻ അദ്ദേഹം ഇപ്പോഴും താല്പര്യം കാണിക്കുന്നുണ്ട്. കിഴങ്ങുവർഗ കൃഷിയിൽ അദ്ദേഹം പുലർത്തുന്ന ഈ വൈദഗ്ധ്യം വയനാടൻ കാർഷിക മേഖലയ്ക്ക് തന്നെ വലിയൊരു മാതൃകയാണ്. മണ്ണും പ്രകൃതിയും നശിക്കാത്ത രീതിയിലുള്ള ഇത്തരം കൃഷികൾ തീർച്ചയായും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുമാണ്. വയൽനാട് പരിപാടിയിൽ മറ്റൊരു കർഷകന്റെ കൃഷി വിശേഷങ്ങളുമായി വീണ്ടും എത്താം. എല്ലാ പ്രിയ കർഷക സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം. വയൽനാട് വയനാടിൻ്റെ കാർഷിക സ്പന്ദനങ്ങൾ.